എന്താണ് ഇത്? ഇതാ ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. എനിവേ സാമ്പത്തിക നഷ്ടം ഒരുപാട് ഉണ്ടായി കാണും. ചിലർ പറയുന്നുണ്ട് റോബിനിക്ക് പൈസ കൊടുത്തു, അതായത് BJP-ക്കാർ പൈസ കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പൈസ കൊടുത്തിട്ട്. അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കോ? അഖിൽമാരാർ മുന്നിൽ വരുന്നത് മൊട്ടേരുണ് വാർത്ത വായിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചത് ഓൻ എന്തിന്റെ ബേസിൽ പറഞ്ഞു തന്നതിനൊക്കെ എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നത്? ഇത്രയും കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കൊരു അവസരം കൂടി തരും. 2020 ആടമടലം ചക്ക എല്ലാം ചീഞ്ഞു. അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഈ ഒരു വലിയ ദുരന്തം ഇതോടുകൂടി അവസാനിക്കട്ടെ. ഇനി ഒരു ബിഗ് ബോസ് താരങ്ങളും ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ മുതിരാതിരിക്കട്ടെ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ, ഇത്രയും പ്രായം. ഇതിൽ നേട്ടം ഉണ്ടാക്കിയത് പിഷാരടി തന്നെയാണ്. പിഷാരടി നോക്കുക, നൈസിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പിഷാരടി പ്ലേ ചെയ്തു. പട്ടറിൽ പൊട്ടനില്ലാന്ന് ആരാ പറഞ്ഞേ? ഇതന്നെ ഈ പൊട്ടന്മാര് പാലക്കാട്ടെ വേഷം എടുത്തി വേണ്ടട്ടോ. സംശയം തോക്കുമെന്ന് ഇത്രയും അധികം ഉറപ്പുണ്ടായിട്ടും ഇത്രയും വലിയൊരു കോൺഫിഡൻസ് ഈ അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഒരു പാഹ്യം ഓൻ കാണിക്കേണ്ട ഒരു സാരി എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ ഈ 1.5 ചക്രത്തിന്റെ പൂവും പുഷ്പവും അല്ല ഇവന്മാര്. ഇലഞ്ഞിപ്പാറ ഈനാശുവിന്റെ കുടുംബം മുഴുവൻ എഴുതി വിറ്റാലും ഇതിങ്ങടെ ഒരു പൂടയ്ക്ക് വില വരില്ല. ഇത്രയും പൈസ വെറുതെ മുടക്കി ഓൻ സ്വന്തമായിട്ട് പൈസ മുടക്കി 2020 മാത്രമല്ല കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഫ്ലക്സ് ഒക്കെ ഒരുപാട് വെച്ചെന്നാ പറയുന്നത്. ഓരോ അവസ്ഥ എന്തുമാത്രം പൈസ കടം എടുത്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് സാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സാമി ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കും, അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? സെലിബ്രിറ്റി പരിവേഷമുള്ള താരങ്ങളായിരുന്നു ബിഗ് ബോസ് താരങ്ങളായ അഖിൽമാരാർ, റോബിൻ, പിന്നെ സിനിമാ താരമായ അഞ്ജലി. എല്ലാത്തിനും ഞാൻ എലി വിഷം വെച്ച് കൊല്ലും. എലി വിഷം തിന്നാ എലിയല്ലേ ചാവൂ. ചങ്കി കൊള്ള വർത്താനം പറയരുത് സാറാമേ.